Hi everyone, a warm welcome to all my dear friends. ഇൻക്രെഡിബിൾ ഇംഗ്ലീഷിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഡിസ്കസ് ചെയ്യാറുള്ള ഫ്രം ദ ന്യൂ സെഷനാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഇന്നലെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. അതിന് പകരം ഇന്നലെ ഫ്രേസൽ വേർബ്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തത്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ സെറ്റ് ഓഫ് വേർഡ്സ് ഒരു 10 വേർഡ്സ് മാത്രമാണ് നമ്മളിത് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതൽ ലെങ്തി ആക്കാതിരിക്കാൻ 10 വേർഡ്സ്, അതിൻ്റെ മീനിങ് ആൻഡ് ആൻ എക്സാമ്പിൾ സെൻറ്റൻസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കാം. ഇന്നത്തെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് കോർണർ സ്റ്റോൺ. കോർണർ സ്റ്റോൺ. കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്തിൻ്റെയെങ്കിലും ആധാരം, മറ്റേ ആധാരമല്ല, വസ്തുവിൻ്റെ ആധാരം അതല്ല ഉദ്ദേശിക്കുന്നത്. എന്തിനെങ്കിലും കാരണമായത്, എന്തിൻ്റെയെങ്കിലും ആധാരം, അതിലാണ് നമ്മൾ ആ കാര്യത്തിനെ ബേസ് ചെയ്തിരിക്കുന്നത്. മൂലക്കല്ല് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ബേസിസ് ഓഫ് സംതിങ്, ദ ഫൗണ്ടേഷൻ ഓഫ് സംതിങ്, അതാണ് കോർണർ സ്റ്റോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ബേസിസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്നുള്ള വേർഡാണ്. അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് കോർണർ സ്റ്റോൺ യൂസ് ചെയ്യാം. ഞാൻ ന്യൂസ് പേപ്പർ കണ്ട ന്യൂസ് ഇതാണ്: ഡക്ക് ഫാമിംഗ് ഈസ് എ കോർണർ സ്റ്റോൺ ഓഫ് മെനി വില്ലേജസ് അക്രോസ് ദ ബാക്ക് വാട്ടർ ലാൻഡ്സ്കേപ്പ്. ഇതൊരു കുട്ടനാട് ബേസ് ചെയ്ത ഒരു ന്യൂസ് ആയിരുന്നു. ഡക്ക് ഫാമിങ്ങിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മൂലക്കല്ല്, അല്ലെങ്കിൽ അവരുടെ ബേസിസ് എന്ന് പറയുന്നത് ആ ബാക്ക് വാട്ടർ ലാൻഡ്സ്കേപ്പിലുള്ള വില്ലേജേഴ്സിന്റെ, അല്ലെങ്കിൽ ആ വില്ലേജസിലുള്ളവരുടെ എന്താണ്, അവരുടെ വരുമാന മാർഗം, അവരുടെ എല്ലാത്തിൻ്റെയും ആധാരം ഈ പറഞ്ഞ ഡക്ക് ഫാമിംഗ് ആണ് എന്നാണ്. അവരുടെ ബേസിസ്, അവരുടെ ഫൗണ്ടേഷൻ, എവറിത്തിങ് ബേസ് ചെയ്തിരിക്കുന്നത് ഈ ഡക്ക് ഫാമിങ്ങിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ, എഡ്യൂക്കേഷൻ ഈസ് എ കോർണർ സ്റ്റോൺ ഓഫ് സക്സസ്. വിജയത്തിന്റെ ബേസിസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ്. അനദർ യൂസ്ഫുൾ സെന്റൻസ്: ഓണസ്റ്റി ഈസ് ദ കോർണർ സ്റ്റോൺ ഓഫ് എ ഗുഡ് റിലേഷൻഷിപ്പ്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? ഓണസ്റ്റി ആണ് ഏതൊരു നല്ല റിലേഷൻഷിപ്പിന്റെയും ബേസിസ് എന്ന് പറയുന്നത്. ഏതൊരു ഗുഡ് റിലേഷൻഷിപ്പ് മുന്നോട്ട് നന്നായിട്ട് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ കോർണർ സ്റ്റോൺ, അല്ലെങ്കിൽ അവിടുത്തെ ബേസിസ്, അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഓണസ്റ്റി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹൈറ്റസ്. ഹൈറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്, ഒരു ലോങ്, എന്താണ്, പെർമനന്റ് സ്റ്റോപ്പ് അല്ല, ഇടയ്ക്കെടുക്കുന്ന. അത് എത്ര വേണേലും ആവാം. ആ ഗ്രൂപ്പ് ഒരു കുറച്ച് ദിവസങ്ങളാവാം, മാസങ്ങളാവാം, ചിലപ്പോൾ വർഷങ്ങളും ആവാം. പക്ഷെ അത് പെർമനന്റ് അല്ല, ടെമ്പററി സ്റ്റോപ്പ് ആണ്. അതാണ് ഹൈറ്റസ്. ഹി ടുക്ക് എ ഷോർട്ട് ഹൈറ്റസ് ഫ്രം വർക്ക് ടു റിലാക്സ്. വർക്കിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തു ടു റിലാക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റസ് എന്താണ് അതിന്റെ മീനിങ്? എ ബ്രേക്ക് ഓർ ഇന്ററപ്ഷൻ ഇൻ ആൻ ആക്ടിവിറ്റി, പ്രോസസ് ഓർ സീക്വൻസ്. എന്തിലുള്ള ഇന്ററപ്ഷൻ, എന്തിന്റെ കേസിലാണെങ്കിലും ഉണ്ടാവുന്ന ഒരു ചെറിയ ഒരു ബ്രേക്ക്, ഒരു പോസ്, അതിനെയാണ് നമ്മൾ ഹൈറ്റസ് എന്ന് പറയുന്നത്. എടുത്ത് ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനന്റ് ബ്രേക്ക് അല്ല. ഓക്കെ, ടെമ്പററി ആയിട്ട് ഉണ്ടാവുന്ന ഒരു ചെറിയ ബ്രേക്ക്. ഓക്കെ, അടുത്തത് ഡിക്ലറ്റർ. ഡിക്ലറ്റർ നമുക്ക് എപ്പോഴും പറയാവുന്ന ഒരു വേർഡ് ആണ്. See the sentence provided here. I spent the weekend decluttering my room to create more space. Decluttering my room. എൻ്റെ വീക്കെൻഡ് ഞാൻ സ്പെൻഡ് ചെയ്തത് ഡീക്ലറ്ററിങ് ചെയ്താണ്. എന്താണ് ഡീക്ലറ്ററിങ്? To remove unnecessary items from a space to make it more organized and tidy. എന്ന് പറഞ്ഞാൽ അടുക്കി പെറുക്കുക. വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ വാർഡ്രോബ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടുക്കി പെറുക്കി വെക്കാറുണ്ട് അല്ലേ? അതിനകത്ത് വേണ്ടാത്ത ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റും, വേണ്ടതിനെല്ലാം നീറ്റ്ലി ഒന്നുകൂടെ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഡിക്ലറ്റർ എന്ന് പറയുന്നത്. പിന്നെ ടോയ്സ്, കുട്ടികളുടെ ടോയ്സ് ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ ആ ടോയ്സിനെയും ഡിക്ലറ്റർ ചെയ്യാറുണ്ട് അല്ലേ? വേണ്ടാത്തതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല വൃത്തിയായിട്ട് പിന്നെയും അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നീറ്റ് ആൻഡ് ടൈഡി ആക്കുന്നതിനെ, അന്നോട് വെൽ ഓർഗനൈസ്ഡ് ആക്കുന്നതിനെ നമ്മൾ ഡീക്ലറ്റർ എന്ന് പറയുന്നു. സെൻസ് ഒന്നുകൂടെ വായിക്കാം. ഐ സ്പെൻഡ് ദ വീക്കെൻഡ് ഡിക്ലറ്ററിങ് മൈ റൂം ടു ക്രിയേറ്റ് മോർ സ്പേസ്. ഓക്കെ, അപ്പോൾ ഡിക്ലറ്റർ പറഞ്ഞത് കൊണ്ട് ഈ ഒരു വേർഡ് കൂടെ കേൾക്കാം. ഡിസ്മാൻറ്റിൽഡ്. ഡിസ്മാൻറ്റിൽഡ് സംതിങ് എന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റുക, ടേക്കൺ എ പാർട്ട് ഓർ ഡിസ്അസംബിൾഡ്. അസംബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ഇപ്പോൾ നമുക്കൊരു എക്യുപ്മെന്റ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ക്ലോത്ത് സ്റ്റാൻഡ് നമ്മൾ മേടിക്കുമ്പോൾ നമുക്കതിനെ അസംബിൾ ചെയ്തല്ലല്ലോ കിട്ടണം.
അത് വെവ്വേറെ പാർട്സ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ആ പാർട്സിനെ നമ്മൾ അസംബിൾ ചെയ്യുന്നു അല്ലേ, അതൊരു സ്റ്റാൻഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഡിസസംബിൾ എന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റുക, എല്ലാം അഴിച്ചു മാറ്റുക. ഓക്കെ, ടേക്കൺ എ പാർട്ട് ഓർ ഡിസ്അസംബിൾ. 4 out of 7 floating bridges were dismantled last year. 7 ഫ്ലോട്ടിംഗ് ബ്രിഡ്ജസ് ഉള്ളതിലെ 4 ഫ്ലോട്ടിംഗ് ബ്രിഡ്ജസിനെ ലാസ്റ്റ് ഇയർ അഴിച്ചു മാറ്റിയിരുന്നു. ദ ഓൾഡ് ഫാക്ടറി വാസ് ഡിസ്മാൻഡിൽഡ് പീസ് ബൈ പീസ്. കണ്ടോ, ഓരോ പാർട്സ് ആക്കി മാറ്റി മാറ്റി അഴിച്ചെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്മാൻറ്റിൽ. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് ഡിക്ലറ്റർ. ഡിക്ലറ്റർ എന്ന് പറഞ്ഞാൽ അടുക്കി പെറുക്കി വെക്കുന്നു. ഡിസ്മാൻറ്റിൽഡ് എന്ന് പറഞ്ഞാൽ അഴിച്ചു മാറ്റുന്നു. ഓക്കെ, അടുത്തത് സപ്ലാന്റ്. സപ്ലാന്റ് എന്ന് പറഞ്ഞാൽ digital media has largely supplanted newspapers as the primary source of news. ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ സെന്റൻസിൽ നിന്ന് മീനിങ്? ഡിജിറ്റൽ മീഡിയ ഹാസ് ലാർജ്ലി സപ്ലാന്റഡ് ന്യൂസ് പേപ്പേഴ്സ് ആസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂസ്. പണ്ടൊക്കെ ചൂടോടെ പത്രം വായിക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ചൂടില്ല പത്രത്തിന്. കാരണം എന്താ? ന്യൂസ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് കിട്ടുന്നത്. വിരൽത്തുമ്പിലാണ് അല്ലേ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ചാനൽ സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അതുവഴി പെട്ടെന്ന് തന്നെ ന്യൂസ് നമുക്ക് കിട്ടും. അതിനൊത്തിരി ഓൺലൈൻ മാർഗങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്ക് പ്രൈമറി സോഴ്സ് ഓഫ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ന്യൂസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഈ ഡിജിറ്റൽ മീഡിയ വഴി തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിപ്പം ന്യൂസ് പേപ്പറിനെ തുടച്ചു മാറ്റി, ന്യൂസ് പേപ്പറിനെ മാറ്റി ആ പൊസിഷൻ ഡിജിറ്റൽ മീഡിയ കൊണ്ടുപോയി ബൈ ഫോഴ്സ്. അല്ലെങ്കിൽ എന്താണ് സപ്ലാന്റഡിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ to replace or take the place of something, often by force or superiority. എന്തിൻ്റെയെങ്കിലും സ്ഥാനത്തേക്ക് മാറി വരിക. ടു റീപ്ലേസ് സംതിങ്, എന്തിനെങ്കിലും മാറ്റി നിർത്തി വേറൊന്ന് കയറി വരുന്നു. ഓഫൺ ബൈ ഫോഴ്സ് ഓർ സുപ്പീരിയോറിറ്റി, ചിലപ്പോൾ ബലം പ്രയോഗിച്ചായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ സുപ്പീരിയോറിറ്റി കാരണമായിരിക്കും. അതിൽ കൂടുതൽ, അതിനാണ് കൂടുതൽ ജനങ്ങൾ മതിപ്പ്. ഇപ്പം ആണല്ലോ ഓൺലൈൻ മീഡിയ ആണ് ഒന്നുകൂടെ ഈസി. പേപ്പർ വായിച്ചുകൊണ്ട് വീട്ടിലിരിക്കേണ്ട, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് ന്യൂസ് കിട്ടും. അപ്പം അതിനാണല്ലോ ഒന്നുകൂടി സുപ്പീരിയോറിറ്റി ഉണ്ടായത്. അപ്പം അങ്ങനെ മാറ്റുന്നതിനാണ് നമ്മൾ സപ്ലാന്റ് എന്ന് പറയുന്നത്. Another sentence, new technologies continue to supplant traditional methods of communication. New technologies continue to supplant traditional methods of communication. പണ്ടത്തെ ആശയവിനിമയത്തിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ മാർഗങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് അതിന്റെ സ്ഥാനത്തേക്ക് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡെഫിനറ്റ്ലി എന്തെല്ലാം മാറ്റങ്ങൾ വന്നു അല്ലേ? ഫോൺ എന്നുള്ള, അതായത് ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞ സാധനം തന്നെ അപ്രത്യക്ഷമായി, മൊബൈൽ ഫോണായി. അത് മാത്രമല്ല അങ്ങനെ അങ്ങനെ ഓരോന്ന് കയറി വന്നു. ഒരു ഏറ്റവും ലാസ്റ്റ് ബേസ് ലെവലിലുള്ള കാര്യം പറഞ്ഞാണ്. ഇപ്പൊ പുതിയ പുതിയ ടെക്നോളജീസിലേക്ക് മാറുകയാണ്. അപ്പം അതാണ് സപ്ലാന്റ് എന്ന് പറയുന്നത്. ടു സപ്ലാന്റ്. ഓക്കെ, റീപ്ലേസ് അല്ലെങ്കിൽ ടേക്ക് ദ പ്ലേസ് ഓഫ് സംതിങ് എന്നുള്ളതിന് പകരം നമുക്ക് ടു സപ്ലാന്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് എക്സാസർബേറ്റ്. എക്സാസർബേറ്റ് എന്ന് പറഞ്ഞാൽ എക്സാസർബേറ്റ്. ഹിസ് കെയർലെസ് റിമാർക്സ് only serve to exacerbate the prevailing tension in the room. ഓൾറെഡി ആ റൂമിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം, എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലംസ് ആവാം, അതല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം. ആ ഇഷ്യൂസിന്റെ ഇടയ്ക്ക് അവന്റെ ശ്രദ്ധയില്ലാത്ത ആ ഒരു റിമാർക്ക്, അവന്റെ ആ കമന്റ്, ഇവിടെ റിമാർക്ക് ഉദ്ദേശിക്കുന്ന ആ കമന്റ് ആ ഒരു സിറ്റുവേഷനെ വേഴ്സൺ ചെയ്തു, കൂടുതൽ മോശമാക്കി. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേർഡ് യൂസ് ചെയ്യുന്നത്, എക്സാസർബേറ്റ്. മേക്ക് എ കണ്ടീഷൻ ഓർ സിറ്റുവേഷൻ മോർ സിവിയർ, ഉണ്ടായിരുന്ന മോശാവസ്ഥയിൽ നിന്ന് ഒന്നുകൂടെ മോശമാക്കുക, അതാണ് എക്സാസർബേറ്റ്. സ്കിപ്പിംഗ് മീൽസ് ക്യാൻ എക്സാസർബേറ്റ് എക്സിസ്റ്റിംഗ് ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പോഴുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ വേഴ്സൺ ആക്കാൻ അല്ലെങ്കിൽ കൂടുതൽ സിവിയർ ആകും എങ്ങനെയാണെങ്കിൽ മീൽസ് സ്കിപ്പ് ചെയ്താൽ. ഓക്കെ, അടുത്തത് എക്സാസർബേറ്റ് പറഞ്ഞതുപോലെ എക്സാസ്പെറേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഇറിറ്റേറ്റ് ഓർ ഫ്രസ്ട്രേറ്റ് സംവൺ. തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മറ്റേത് എക്സിസ്റ്റിംഗ് ആയിട്ടൊരു സിറ്റുവേഷനെ കൂടുതൽ വേഴ്സ് ആക്കണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഹെർ കോൺസ്റ്റന്റ് ഇന്ററപ്ഷൻസ് എക്സാസ്പെറേറ്റഡ് ദ ടീച്ചർ. അവൾ കോൺസ്റ്റന്റ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നതായിരിക്കാം. ആ ഒരു ഇന്ററാക്ഷൻ ടീച്ചറിനെ നല്ലപോലെ ഇറിറ്റേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ exasperate and exacerbate. Okay, next, earmarked. ഈ വേർഡ് ഇപ്പൊ ബഡ്ജറ്റ് കഴിഞ്ഞതേ ഉള്ളൂ.
ബഡ്ജറ്റ് കഴിഞ്ഞ് ന്യൂസ് റീഡ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഈ വേർഡ് ഒത്തിരി നമ്മൾ കണ്ടു. ഇയർ മാർക്ക്ഡ് എന്നുള്ള വേർഡ്. ഇയർ മാർക്ക്ഡ് എന്ന് പറഞ്ഞാൽ designating funds or resources for a specific purpose അല്ലെങ്കിൽ ഒരു റെസിപ്പിയന്റിന് കൊടുക്കുന്നു. ഓക്കെ, ഡിസിഗ്നേറ്റിംഗ് ഫണ്ട്സ് ഓർ റിസോഴ്സസ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി, പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് ഫണ്ട് മാറ്റിവെക്കുന്നത്, അലോക്കേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അതുപോലെ മാറ്റിവെക്കപ്പെടുന്നതിന്, അതിനുവേണ്ടി ഇത്രയും കോട്ട് ചെയ്ത് മാറ്റുന്നു, ഇത്രയും രൂപ ഇന്നതിന്, അതിനെയാണ് നമ്മൾ ഇയർ മാർക്കിംഗ് സംതിങ് എന്ന് പറയുന്നത്, ഇയർ മാർക്ക് എന്ന് പറയുന്നത്. In the union budget, the government earmarked 2.66 rupees 2.66 lakh crore for rural development. Rural developmentന് വേണ്ടി, ഗ്രാമീണ വികസനത്തിന് വേണ്ടിയിട്ട് 2.66 lakh crore rupees യൂണിയൻ ബഡ്ജറ്റിൽ മാർക്ക് ചെയ്തു വെച്ചു, അതിനായിട്ട് പറഞ്ഞു മാറ്റി വെച്ചു എന്നാണ്. The government has earmarked funds for the development of various projects in different fields for the progress of the nation. നമുക്കറിയാം, ഒരു വാസ്റ്റ് പല ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്, പല ഏരിയാസിൽ ഫണ്ട്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയയ്ക്കും ഇത്ര എന്ന് വെച്ച് ഫണ്ട് ഇയർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ ദ പ്രോഗ്രസ് ഓഫ് നേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇയർ മാർക്ക്. നെക്സ്റ്റ് വൺ ഈസ് കൺഡ്യൂസീവ്. കൺഡ്യൂസീവ് എന്ന് പറഞ്ഞാൽ ടെൻഡിങ് ടു പ്രൊമോട്ട് ഓർ അസിസ്റ്റ് സംവൺ, എന്തിനെങ്കിലും ഹെൽപ്പ് ചെയ്യുക. ഫേവറബിൾ എന്നുള്ള മീനിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കൺഡ്യൂസീവ് എൻവയോൺമെന്റ് ഫേവറബിൾ ആക്കുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അതിനെ സപ്പോർട്ട് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺഡ്യൂസീവ് കൊണ്ട്. എ കൺഡ്യൂസീവ് എൻവയോൺമെന്റ് ഫോർ ഇൻവെസ്റ്റേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ബാക്കി സെന്റൻസ് ഉണ്ട്, ഞാൻ എത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ആൻ അറ്റ്മോസ്ഫിയർ കൺഡ്യൂസീവ് ടു എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. സോ കൺഡ്യൂസീവ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടെൻഡിങ് ടു പ്രൊമോട്ട് ഓർ അസിസ്റ്റ്. അൺടുവേർഡ് എന്ന് പറഞ്ഞാൽ അൺടുവേർഡ് ഇൻസിഡൻസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഒട്ടും നല്ലതല്ലാത്ത ഒരു സാഹചര്യം, ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു സംഭവം. ടു ഡിസ്ക്രൈബ് സംതിങ് അൺഫേവറബിൾ, നമുക്ക് ഒട്ടും ഫേവറബിൾ അല്ലാത്ത, ഇംപ്രോപ്പർ, ഒട്ടും ശരിയല്ലാത്ത, ഓർ അൺഎക്സ്പെക്റ്റഡ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഈ മൂന്ന് കാര്യങ്ങളും വരാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിനെ, അങ്ങനെയുള്ളൊരു ഇൻസിഡന്റിനെ, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നമുക്ക് അൺടുവേർഡ് എന്ന് പറയാൻ പറ്റും. ഇതിന് നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഈസ് ആഡഡ് ബിഫോർ ദ നൗണിന് മുമ്പ് ആഡ് ചെയ്യുന്നത്. അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഇതിനെ യൂസ് ചെയ്യാറ്. Untoward circumstances forced him into bankruptcy. അവനെ കടക്കാരനാക്കി. പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങളും അവനെ കടക്കാരനാക്കി. No untoward incidents are reported till now. സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സാഹചര്യങ്ങളും അല്ലെങ്കിൽ ഒരു സംഭവങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മോശമായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. Despite meticulous planning, untoward weather conditions forced the cancellation of the outdoor concert. Despite meticulous planning, വളരെ കെയർഫുൾ ആയിട്ടുള്ള, ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നല്ലൊരു പ്ലാനിങ് ചെയ്തെങ്കിലും untoward weather conditions, ഒട്ടും പ്രതീക്ഷിക്കാത്ത അൺഫേവറബിൾ ആയിട്ടുള്ള വെതർ കണ്ടീഷൻസ് കൺസേർട്ടിനെ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യത്തിൽ എത്തിച്ചു. ഫോഴ്സ്ഡ് ദ ക്യാൻസലേഷൻ ഓഫ് ഔട്ട്ഡോർ കൺസേർട്ട്. ഇത്രയുമാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന 10 സെറ്റ് ഓഫ് വേർഡ്സ്. ഇത് എപ്പോഴും പറയണ പോലെ തന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യാറുള്ള പല വേർഡ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇത് പ്ലേസ് ചെയ്താൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റിംഗ് വാട്ട് എവർ ഇറ്റ് ഈസ് അതിനെ കൂടുതൽ നമുക്കൊന്ന് അട്രാക്റ്റീവ് ആക്കാൻ പറ്റും, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം തന്നെ എപ്പോഴും നമ്മൾ കണ്ടുപോകുന്ന വേർഡ്സുമാണ്. കണ്ടുപോകുന്ന ഇൻ ദ സെൻസ് നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നവര് എപ്പോഴെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ് തന്നെയാണ് ഇതൊക്കെ. ഒട്ടും തന്നെ അത്ര കളികട്ടി വേർഡ്സ് ഒന്നുമല്ല, നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് വന്നു പോകുന്ന വേർഡ്സ് ആണ്. സോ എപ്പോഴും യൂസ് ചെയ്യുന്ന വേർഡ്സിന് പകരം ഇതിനെ റീപ്ലേസ് ചെയ്യുക. See you soon with another useful video. Till then, bye. Thank you.